അപ്പോൾ ഈ വർഷം നമുക്ക് 11 അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് പ്രധാനമായിട്ടും പരിചയപ്പെടാനുള്ളത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലോസിംഗ് സ്റ്റോക്ക്. ഒരു ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അൺസോൾഡ് ഗുഡ്സിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ്. അത് എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കാനുള്ള ചില ചിലവുകൾ. ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ ആ ഫിനാൻഷ്യൽ ഇയറിലെ ചില ചിലവുകൾ ഇനിയും കൊടുക്കാനുണ്ടെങ്കിൽ അതെങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ പ്രീപെയ്ഡ് ഓർ അൺഎക്സ്പെയർഡ് എക്സ്പെൻസ്. അടുത്ത വർഷത്തെ ചില ചിലവുകൾ നമ്മൾ ഈ വർഷം തന്നെ പേയ്മെൻറ്റ് നടത്തുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ അക്രൂഡ് ഇൻകം. ഈ ഫിനാൻഷ്യൽ ഇയറിൽ കിട്ടാനുള്ള ഒരു ഇൻകമാണ്, അത് ഇതുവരെയും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരികയാണെങ്കിൽ അതിൻ്റെ രേഖപ്പെടുത്തലുകൾ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ദെൻ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അടുത്ത വർഷം നമുക്ക് കിട്ടാനുള്ളൊരു ഇൻകമാണ്, പക്ഷെ അത് നമുക്ക് ഈ വർഷം തന്നെ റിസീവ് ചെയ്തു. അടുത്ത വർഷം കിട്ടാനുള്ള ഇൻകം ഈ വർഷം റിസീവ് ചെയ്തു. അതൊരു പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ദെൻ ഡിപ്രീസിയേഷൻ. ഫിക്സഡ് അസറ്റിൻ്റെ വിലയിൽ വരുന്ന കുറവുകൾ, അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അത് ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്. ദെൻ ബാഡ് ഡെപ്റ്റ്. ഇർറിക്കവറബിൾ ആയിട്ടുള്ള ഡെപ്റ്റിനെയാണ് നമ്മൾ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഡെറ്റേഴ്സിൽ നിന്ന് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത ഡെറ്റേഴ്സിനെയാണ് ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. കിട്ടാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുള്ള ചില ഡെറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അത് അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്. പ്രോംപ്റ്റ് പേയ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സാധാരണ ബിസിനസ് സ്ഥാപനങ്ങൾ ക്യാഷ് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനുള്ള പ്രൊവിഷൻ എങ്ങനെയാണ് മാറ്റിവെക്കേണ്ടത്. ദെൻ മാനേജേഴ്സ് കമ്മീഷൻ. മാനേജേഴ്സിന് പ്രോഫിറ്റിനെ ബേസ് ചെയ്ത് കമ്മീഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മാനേജറുടെ കമ്മീഷൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ രേഖപ്പെടുത്തലുകൾ എങ്ങനെയാണ് നടത്തേണ്ടത്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പ്രൊപ്രൈറ്ററുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ക്യാപിറ്റൽ. ആ ക്യാപിറ്റലിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ആ ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്, അത് എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ 11 അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. ഇതിൽ കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. അതെല്ലാം നിങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിൽ പരിചയപ്പെടും. ഇന്നിതിൽ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ? ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് അൺസോൾഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ഈസ് കാൾഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇറ്റ് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അൺസോൾഡ് ആയിട്ടുള്ള, നേരത്തെ നമ്മൾ വാങ്ങിയ സാധനങ്ങളാണ്, അത് വിൽക്കാതെ ബാക്കിയുള്ള ഗുഡ്സിനെ അതിൻ്റെ വില കണക്കാക്കി അതിനെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതിൻ്റെ വില കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് പ്രൈസും മാർക്കറ്റ് പ്രൈസും കമ്പയർ ചെയ്യണം. അതിലേറ്റവും കുറഞ്ഞ പ്രൈസാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? ആദ്യം രേഖപ്പെടുത്തേണ്ടത് ക്രെഡിറ്റിംഗ് ഇറ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ഷോയിങ് ഇറ്റ് ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് എമൗണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും രേഖപ്പെടുത്തണം. ഇപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന ഒരു ഐറ്റം 2 സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തണം. ആദ്യം ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തി, മറ്റൊന്ന് ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലും രേഖപ്പെടുത്തി. എന്തിനാണ് അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തിയത്? ക്ലോസിംഗ് സ്റ്റോക്ക് ഒരു അസറ്റാണ്. അസറ്റ് ആയതുകൊണ്ടാണ് അത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തിയത്. ദെൻ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഈ വർഷം വാങ്ങിയിട്ടുള്ള മുഴുവൻ ഗുഡ്സും പർച്ചേസസ് എന്ന് പറയുന്ന എക്സ്പെൻസിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പർച്ചേസസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഇത്രയും എമൗണ്ടിനുണ്ടെങ്കിൽ അത് ഈ വർഷത്തെ എക്സ്പെൻസ് അല്ല. ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത വർഷം ഉപയോഗിക്കാനുള്ളതാണ്. അത് അടുത്ത വർഷത്തെ ചിലവായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ എക്സ്പെൻസിൽ നിന്ന് എന്ത് ചെയ്യണം? ആ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ടിനെ കുറക്കണം. ഇപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ആണ്, അതുകൊണ്ട് ക്ലോസിംഗ് സ്റ്റോക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പർച്ചേസിൽ നിന്ന് കുറക്കാനുള്ളൊരു എമൗണ്ട് ആണ്, അതിനെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ എന്താണ് ജേർണൽ എൻട്രി വരുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് അസറ്റ് ആണ്, അതുകൊണ്ടാണ് അസറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തത്. ദെൻ അത് പർച്ചേസിൽ നിന്ന് കുറയേണ്ട ഒരു എമൗണ്ട് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് കുറക്കേണ്ട ഒരു എമൗണ്ട് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അത് നമ്മൾ വിറ്റിട്ടില്ല,
നമ്മുടെ കയ്യിലിരിക്കുകയാണ്, ഇറ്റ് ഈസ് ആൻ അസറ്റ്, അതിനെ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്? ഒരു എക്സാമ്പിൾ നോക്കാം. ട്രയൽ ബാലൻസിന് പുറത്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുള്ളത്. ട്രയൽ ബാലൻസിന് അകത്തും ക്ലോസിംഗ് സ്റ്റോക്ക് തരാറുണ്ട്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുള്ളത് എവിടെയാണ്? അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് എഴുതിയിട്ട് ട്രയൽ ബാലൻസിന് പുറത്താണ്. ട്രയൽ ബാലൻസിന് പുറത്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് തരുന്നതെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ എത്ര സ്ഥലത്ത് കാണിക്കണം? 2 സ്ഥലങ്ങളിൽ കാണിക്കണം. ഒന്ന്, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം, ക്ലോസിംഗ് സ്റ്റോക്ക് 20,000. പിന്നീട് എവിടെ രേഖപ്പെടുത്തണം? ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് അസറ്റ് സൈഡിലും ക്ലോസിംഗ് സ്റ്റോക്ക് രേഖപ്പെടുത്തണം. ഇപ്പോൾ ട്രയൽ ബാലൻസിന് പുറത്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നതെങ്കിൽ അതിനെ നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയാം. അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്ന സമയത്ത് 2 സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തണം. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും മറ്റൊന്ന് ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലും. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിന് അകത്തും തരാറുണ്ട്. സാധാരണ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിന് പുറത്താണ് തരാറുള്ളത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിന് അകത്തും തരാറുണ്ട്. ട്രയൽ ബാലൻസ് തയ്യാറാക്കിയതിന് ശേഷമാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്തതെങ്കിൽ ആ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യാറുള്ളത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതോടുകൂടി ആ വർഷത്തെ എക്സ്പെൻസ് കുറയും, അല്ലെങ്കിൽ പർച്ചേസ് എക്സ്പെൻസ് കുറയും. ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിന് മുമ്പാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്തതെങ്കിൽ ആ ക്ലോസിംഗ് സ്റ്റോക്കിനെ പർച്ചേസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാറുണ്ട്. പർച്ചേസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ എന്താണ് ജനറൽ എൻട്രി വരുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റർ ടു പർച്ചേസ് അക്കൗണ്ട്. നേരത്തെ നമ്മൾ എഴുതിയത് ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്നായിരുന്നു. ഇവിടെ നമ്മൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിന് മുമ്പാണ് ഈ ജനറൽ എൻട്രി എഴുതുന്നത്. അതുകൊണ്ട് നമ്മൾ എങ്ങോട്ടാണ് ക്രെഡിറ്റ് ചെയ്തത്? പർച്ചേസ് അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്തത്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് എത്രയാണോ അത്രയും എമൗണ്ട് നമ്മൾ അസറ്റായിട്ട് രേഖപ്പെടുത്തി, അത്രയും എമൗണ്ട് പർച്ചേസിന് നമ്മൾ കുറച്ചെഴുതി. ഇങ്ങനെ പർച്ചേസ് അക്കൗണ്ട് തയ്യാറാക്കുകയാണെങ്കിൽ ആ പർച്ചേസ് അക്കൗണ്ടിനെ പറയുന്ന പേരാണ് അഡ്ജസ്റ്റഡ് പർച്ചേസ് അക്കൗണ്ട്. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് പർച്ചേസ് അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതിയിട്ടുള്ള പർച്ചേസ് അക്കൗണ്ട് ബാലൻസ് ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ അതിനെയാണ് അഡ്ജസ്റ്റഡ് പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് പർച്ചേസ് അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്കാണ്. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്കിനെ ഈ വർഷത്തെ പർച്ചേസിനോട് കൂടെ നമുക്ക് ആഡ് ചെയ്ത് എഴുതാം. എന്ന് പറഞ്ഞാൽ പർച്ചേസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യാം. അതിൻ്റെ ജനറൽ എൻട്രി വരുന്നത് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഓപ്പണിംഗ് സ്റ്റോക്ക്. ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം ഓപ്പണിംഗ് സ്റ്റോക്കിനെ നമ്മൾ ഏത് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തു? പർച്ചേസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തു. ഇങ്ങനെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും പർച്ചേസ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ അക്കൗണ്ടിനെയാണ് നമ്മൾ അഡ്ജസ്റ്റഡ് പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിന് അകത്താണ് തന്നതെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് മാത്രം രേഖപ്പെടുത്തിയാൽ മതി. എവിടെ രേഖപ്പെടുത്തണം? ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഷോൺ ഓൺ അസറ്റ് സൈഡ് ഓൺലി. അവിടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ പിന്നെ അത് രേഖപ്പെടുത്തേണ്ടതില്ല. അത് എവിടെ രേഖപ്പെടുത്തിയാൽ മതി? ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് അസറ്റ് സൈഡിൽ മാത്രം രേഖപ്പെടുത്തിയാൽ മതി. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിന് അകത്താണ് തന്നിട്ടുള്ളത്. ട്രയൽ ബാലൻസിന് അകത്ത് തന്നു കഴിഞ്ഞാൽ അത് പിന്നെ ട്രേഡിംഗ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തരുത്. എവിടെ മാത്രം രേഖപ്പെടുത്തണം? അസറ്റ് സൈഡിൽ മാത്രം രേഖപ്പെടുത്തണം. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. When expenses of an accounting period remain unpaid at the end of an accounting period, they are termed as outstanding expenses. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫിനാൻഷ്യൽ ഇയറിൽ കൊടുക്കേണ്ട ചില എക്സ്പെൻസുകൾ ഇനിയും കൊടുത്തിട്ടില്ലെങ്കിൽ അത്തരം എക്സ്പെൻസുകളെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും എക്സ്പെൻസ് നമ്മൾ കൊടുക്കാനുണ്ടോ, ഏതൊക്കെ എക്സ്പെൻസുകൾ നമ്മൾ കൊടുക്കാനുണ്ടോ ആ എക്സ്പെൻസുകളൊക്കെ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ എന്ന് പറയാം. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് സാലറി കൊടുക്കാനുണ്ടെങ്കിൽ അത് ഔട്ട്സ്റ്റാൻഡിങ് സാലറിയാണ്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ റെൻറ്റ് നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ അത് ഔട്ട്സ്റ്റാൻഡിങ് റെൻ്റാണ്. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് വേജസ്. ഏത് എക്സ്പെൻസ് ആണെങ്കിലും ആ എക്സ്പെൻസുകൾ ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന സമയത്തും കൊടുത്തിട്ടില്ലെങ്കിൽ അതിനെ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയാം. ഇപ്പോൾ ഏത് എക്സ്പെൻസ് കൊടുക്കാനുണ്ടെങ്കിലും ആ എക്സ്പെൻസ് ഈ വർഷത്തെ ചിലവായിട്ടാണ് പരിഗണിക്കേണ്ടത്. ഇപ്പോൾ ഈ വർഷം നമ്മൾ കൊടുത്ത ചിലവുകളെല്ലാം സാലറി ആണെങ്കിലും റെൻ്റ് ആണെങ്കിലും വേജസ് ആണെങ്കിലും അതെല്ലാം നമ്മൾ ജേണൽ എൻട്രി എഴുതി അത് അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്ത് ആ ബാലൻസാണ് ട്രയൽ ബാലൻസിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ കൊടുക്കാനുള്ള ചിലവുകൾ കൂടി ഈ വർഷത്തെ ചിലവായിട്ട് രേഖപ്പെടുത്തണം. ഈ വർഷത്തെ ചിലവിനോട് കൂടെ
കൊടുക്കാനുള്ള ചെലവുകൾ കൂടി നമ്മൾ കൂട്ടി എഴുതണം. അപ്പോൾ കൂട്ടി എഴുതുമ്പോൾ ആ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യും. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അത് സാലറിയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എങ്കിൽ സാലറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ദെൻ റെൻ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ റെൻ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. കൊടുത്ത എക്സ്പെൻസിനോട് കൂടെ കൊടുക്കാനുള്ള എക്സ്പെൻസ് കൂടി ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കണം. അപ്പോൾ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യും, എക്സ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ദെൻ അത്രയും എമൗണ്ട് നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ലയബിലിറ്റി. അപ്പോൾ ലയബിലിറ്റി അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം ടു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു കറണ്ട് ലയബിലിറ്റിയാണ്. ആ കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസുകൾക്ക് വരുന്ന ജേണൽ എൻട്രി ആണ്. ആ റെസ്പെക്റ്റീവ് എക്സ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ദെൻ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ് ആഡഡ് ടു ദ റെസ്പെക്റ്റീവ് എക്സ്പെൻസസ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്കറിയാം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് എക്സ്പെൻസുകൾ ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ആണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഇനി ഏതെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് കൊടുക്കാനുള്ളതെങ്കിൽ ആ ഡയറക്റ്റ് എക്സ്പെൻസിനോട് കൂടെ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് കൂടി കൂട്ടി എഴുതണം. ദെൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കൊടുക്കാനുള്ളതെങ്കിൽ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ആ എക്സ്പെൻസിനോട് കൂടെ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് കൂടി കൂട്ടി എഴുതണം. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ദെൻ ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ഇങ്ങനെ എക്സ്പെൻസുകൾ നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ലയബിലിറ്റി. ലയബിലിറ്റി ആയതുകൊണ്ട് അത് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും കാണിക്കണം. ഇതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിൻ്റെ രണ്ട് ട്രീറ്റ്മെൻറ്റ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ രണ്ട് എക്സ്പെൻസുകളാണ് ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ളത്. ഒന്ന് വേജസ് 5,000, മറ്റൊന്ന് സാലറി 11,000. ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയറിൽ 5,000 രൂപ വേജസ് കൊടുത്തിട്ടുണ്ട്, 11,000 രൂപ സാലറിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി ഒക്കെ എഴുതി ആ അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്തു. ആ അക്കൗണ്ട് ബാലൻസുകളാണ് ട്രയൽ ബാലൻസിൽ കാണുന്നത്. ഈ താഴെ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ പറയുന്നുണ്ട് വേജസ് ₹3,000 ആൻഡ് സാലറി ₹1,000 ആർ ഔട്ട്സ്റ്റാൻഡിംഗ്. ഈ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് 5,000 രൂപയാണ് വേജസ് ഇതുവരെ കൊടുത്തിട്ടുള്ളത്. ഇനിയും 3,000 രൂപ വേജസ് ഈ വർഷത്തെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ വർഷത്തെ കൊടുക്കാനുള്ള വേജസ് ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. ദെൻ അതുപോലെ തന്നെ ഈ വർഷം ആകെ കൊടുത്ത സാലറിയാണ് 11,000. ഇനിയും 1,000 രൂപ ഈ വർഷത്തെ സാലറിയിൽ കൊടുക്കാനുണ്ട്. ആ 1,000 രൂപയും ഈ വർഷത്തെ സാലറി എക്സ്പെൻസ് ആയിട്ട് പരിഗണിക്കണം. അപ്പോൾ ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുക എന്ന് നോക്കാം. ആദ്യം വേജസ് അക്കൗണ്ടാണ്. വേജസ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള എമൗണ്ട് ഇന്നർ കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോൾ ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള എമൗണ്ട് ആണ് 5,000. അത് ഇന്നർ കോളത്തിൽ രേഖപ്പെടുത്തി. അതിന് താഴെ ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്. ഈ വർഷം ഇനിയും കൊടുക്കാനുള്ള വേജസ് ഈ വർഷത്തെ എക്സ്പെൻസ് ആയതുകൊണ്ട് വേജസ് അക്കൗണ്ടിനെ കൂട്ടി എഴുതണം. വേജസ് അക്കൗണ്ടിലേക്ക് അത് ആഡ് ചെയ്യണം. ടോട്ടൽ എമൗണ്ട് ആണ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. ദെൻ രണ്ടാമത്തെ ഐറ്റം സാലറിയാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അതിൻ്റെ എമൗണ്ട് എഴുതേണ്ടത്, ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള എമൗണ്ട് എഴുതേണ്ടത് ഇന്നർ കോളത്തിലാണ്. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ തന്നെ എഴുതണം. അതിനുശേഷം താഴെ ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി 1,000. അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി 1,000 അത് സാലറിയോട് കൂടെ കൂട്ടി ടോട്ടൽ എമൗണ്ട് ആണ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസിനോട് കൂടെ കൂട്ടി എഴുതി. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സാലറിയോട് കൂടെ കൂട്ടി എഴുതി. ഇത് രണ്ടും നമുക്ക് ലയബിലിറ്റിയാണ്. വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് 3,000 ഇറ്റ് ഈസ് എ ലയബിലിറ്റി. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് 1,000 അതും എന്താണ്, അതും ലയബിലിറ്റിയാണ്. ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തണം. എത്രയാണോ കൊടുക്കാനുള്ളത് അതാണ് നമ്മുടെ ബാധ്യത. ആ എമൗണ്ട് ആണ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോൾ വേജസ് കൊടുക്കാനുള്ളത് 3,000 ആണ്, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാലറി കൊടുക്കാനുള്ളത് 1,000 ആണ്, അതും ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസുകൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പ്രീപെയ്ഡ് ഓർ അൺഎക്സ്പെയർഡ് എക്സ്പെൻസസ്. Those expenses which have been paid in advance
ഹൂസ് ബെനഫിറ്റ് വിൽ ബി അവൈലബിൾ ഇൻ ഫ്യൂച്ചർ ആർ കാൾഡ് പ്രീപെയ്ഡ് ഓർ അൺഎക്സ്പെയർഡ് എക്സ്പെൻസസ്. അപ്പോൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ കൊടുക്കേണ്ട ഒരു എക്സ്പെൻസ് ആണ്. അത് നമ്മൾ ഈ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ എന്ത് ചെയ്തു? പേയ്മെൻറ്റ് നടത്തി. അടുത്ത വർഷം കൊടുക്കേണ്ട റെൻറ്റ് ഈ വർഷം കൊടുത്തു, അല്ലെങ്കിൽ അടുത്ത വർഷം കൊടുക്കേണ്ട കമ്മീഷൻ ഈ വർഷം കൊടുക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ വരുന്ന ഒരു എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ വർഷം തന്നെ മുൻകൂട്ടി പേയ്മെൻറ്റ് നടത്തി. അങ്ങനെ പേയ്മെൻറ്റ് നടത്തിയാൽ അതിനെയാണ് പ്രീപെയ്ഡ് ഓർ അൺഎക്സ്പെയർഡ് എക്സ്പെൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് അതിനുള്ള ജേണൽ എൻട്രി നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷെ അത് ഈ വർഷത്തെ എക്സ്പെൻസ് ആണോ? അത് ഈ വർഷത്തെ എക്സ്പെൻസ് അല്ല. ഈ വർഷം വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ വർഷം നമ്മൾ നടത്തിയിട്ടുള്ള പേയ്മെൻറ്റുകളിൽ നിന്ന് ആ പർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. ഈ വർഷം നമ്മൾ കൊടുത്തിട്ടുള്ള ആ പർട്ടിക്കുലർ എക്സ്പെൻസിൽ അടുത്ത വർഷത്തേക്കുള്ള എക്സ്പെൻസ് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത വർഷത്തേക്കുള്ള എമൗണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അത് ഈ വർഷം കൊടുത്ത എക്സ്പെൻസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. എന്ന് പറയുമ്പോൾ ആ പർട്ടിക്കുലർ എക്സ്പെൻസിനെ നമ്മൾ കുറച്ച് എഴുതണം. എക്സ്പെൻസ് കുറയണമെങ്കിൽ എക്സ്പെൻസിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ വരും വർഷത്തേക്ക് എന്തെങ്കിലും എമൗണ്ട് പ്രീപെയ്ഡ് ആയിട്ട് നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു അസറ്റായിട്ട് കണക്കാക്കാൻ കഴിയും. ഇപ്പോൾ ഒരു അസറ്റ് നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. അസറ്റ് രേഖപ്പെടുത്തുമ്പോൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. ദെൻ നേരത്തെ എഴുതിയ ഒരു എക്സ്പെൻസിനെ നമ്മൾ കുറച്ച് എഴുതാൻ പോവുകയാണ്. എന്താണ് കാരണം? അത് ഈ വർഷത്തെ എക്സ്പെൻസ് അല്ല, അത് അടുത്ത വർഷത്തെ എക്സ്പെൻസ് ആണ്. ഈ വർഷം നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള എക്സ്പെൻസ് കുറയണം. ഇപ്പോൾ എക്സ്പെൻസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ മുൻകൂട്ടി കൊടുത്ത എമൗണ്ടിനെ നമുക്കൊരു അസറ്റായിട്ട് കണക്കാക്കാം. അതുകൊണ്ട് അസറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഇവിടെ വരുന്ന ഡെബിറ്റ് അക്കൗണ്ട് പ്രീപെയ്ഡ് എക്സ്പെൻസസ് അക്കൗണ്ട്. ഇറ്റ് ഈസ് ആൻ അസറ്റ് അക്കൗണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു അസറ്റ് അക്കൗണ്ടാണ്. മുൻകൂട്ടി നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ആ അസറ്റ് നമ്മൾ രേഖപ്പെടുത്തി അസറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. ദെൻ നേരത്തെ എഴുതിയ ആ എക്സ്പെൻസിനെ നമ്മളിവിടെ കുറച്ച് എഴുതണം. എക്സ്പെൻസ് കുറയണമെങ്കിൽ എന്ത് വേണം? ക്രെഡിറ്റ് ചെയ്യണം. ടു എക്സ്പെൻസ് അക്കൗണ്ട്. ഇപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ വന്നു കഴിഞ്ഞാൽ സാലറിയാണ് പ്രീപെയ്ഡ് എങ്കിൽ ഇതിൻ്റെ ജേണൽ എൻട്രി എഴുതേണ്ടത് പ്രീപെയ്ഡ് സാലറി അക്കൗണ്ട് അറ്റർ ടു സാലറി അക്കൗണ്ട്. വേജസ് ആണ് പ്രീപെയ്ഡ് എങ്കിൽ പ്രീപെയ്ഡ് വേജസ് അക്കൗണ്ട് അറ്റർ ടു വേജസ് അക്കൗണ്ട്. ദെൻ റെൻ്റാണ് പ്രീപെയ്ഡ് എങ്കിൽ പ്രീപെയ്ഡ് റെൻ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റെൻ്റ് അക്കൗണ്ട്. ഈ രീതിയിലാണ് അതിൻ്റെ ജേണൽ എൻട്രി രേഖപ്പെടുത്തേണ്ടത്. ഇനി ഇതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് ഡിഡക്റ്റ് ഫ്രം റെസ്പെക്റ്റീവ് അക്കൗണ്ട് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ അഡ്ജസ്റ്റ്മെൻറ്റും എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അത് ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ഡെബിറ്റ് സൈഡിലാണ് ഈ പർട്ടിക്കുലർ എക്സ്പെൻസ് വരുന്നത്. അതുകൊണ്ട് അടുത്ത വർഷത്തേക്ക് കൊടുത്തിട്ടുള്ള ഒരു എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ എക്സ്പെൻസിൽ നിന്നും അടുത്ത വർഷത്തേക്കുള്ള എക്സ്പെൻസ് എത്രയാണെന്ന് കണ്ടെത്തി അത് ഡിഡക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് പ്രീപെയ്ഡ് എങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതുമ്പോൾ അത് കുറച്ച് എഴുതണം. ദെൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് പ്രീപെയ്ഡ് വന്നിട്ടുള്ളതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യുന്ന സമയത്ത് ആ പർട്ടിക്കുലർ എക്സ്പെൻസിൽ നിന്നും ആ എമൗണ്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. സെക്കൻഡ് ട്രീറ്റ്മെൻറ്റ് ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അടുത്ത വർഷത്തേക്കുള്ള പേയ്മെൻറ്റ് നമ്മൾ മുൻകൂട്ടി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മുൻകൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു അസറ്റായിട്ട് കണക്കാക്കാൻ കഴിയും. അസറ്റ് ആയതുകൊണ്ട് അത് എവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ട്രയൽ ബാലൻസിനകത്ത് രണ്ട് എക്സ്പെൻസുകൾ തന്നിട്ടുണ്ട്. ഒന്ന് വേജസ് ആണ്. ഈ വർഷം 11,000 രൂപയുടെ വേജസ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ദെൻ ഈ വർഷം 12,000 രൂപയുടെ ഇൻഷുറൻസും കൊടുത്തിട്ടുണ്ട്. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത് വേജസ് പ്രീപെയ്ഡ് ₹1,000 ആൻഡ് ഇൻഷുറൻസ് പ്രീപെയ്ഡ് ₹5,000. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ വർഷം കൊടുത്ത 11,000 രൂപ വേജസിലെ 1,000 രൂപ അടുത്ത വർഷത്തേക്കുള്ളതാണ്. അപ്പോൾ ഈ വർഷത്തെ എക്സ്പെൻസ് 11,000 വരുന്നില്ല. അതിൽ നിന്ന് 1,000 രൂപ നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ വേജസിനെ ഡെബിറ്റ് ചെയ്യുന്ന സമയത്ത് 11,000-ൽ നിന്ന് 1,000 രൂപ ഡിഡക്റ്റ് ചെയ്യണം. ദെൻ 12,000 രൂപയാണ് ഈ വർഷം ആകെ കൊടുത്തിട്ടുള്ള ഇൻഷുറൻസ് പ്രീമിയം. 5,000 രൂപ അടുത്ത വർഷത്തെ ഇൻഷുറൻസ് ആണ്. അടുത്ത വർഷമായി റിലേറ്റ് ചെയ്ത് വരുന്ന എമൗണ്ട് ആണ് 5,000. അങ്ങനെ വരുമ്പോൾ ഈ വർഷത്തെ എക്സ്പെൻസ് 12,000 വരുന്നില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന എക്സ്പെൻസ് രേഖപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് 5,000 രൂപയും ഡിഡക്റ്റ് ചെയ്യണം. ഈ രണ്ട് എമൗണ്ടുകളും വേജസ് പ്രീപെയ്ഡ് ആയിട്ടുള്ള 1,000-ഉം ഇൻഷുറൻസ് പ്രീപെയ്ഡ് 5,000 വരുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് അസറ്റായിട്ട് കണക്കാക്കാൻ കഴിയും. ദെൻ അതെങ്ങനെയാണ് രേഖപ്പെടുത്തുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം
ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതി, ദെൻ ലെസ് പ്രീപെയ്ഡ് വേജസ്. പ്രീപെയ്ഡ് വേജസ് കുറച്ച് എഴുതണം. ഈ വർഷത്തെ എക്സ്പെൻസിൽ നിന്ന് അടുത്ത വർഷത്തേക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ആ ചെലവ് നമ്മൾ ഒഴിവാക്കണം. അത് ഈ വർഷത്തെ പ്രോഫിറ്റ് കണക്കാക്കുന്ന സമയത്ത് അത് പരിഗണിക്കാൻ പാടില്ല. അതുകൊണ്ട് വേജസ് എക്സ്പെൻസ് എത്രയാണ് വരേണ്ടത്? 10,000. ദെൻ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് എഴുതുന്ന സമയത്ത് 12,000 രൂപ ട്രയൽ ബാലൻസിൽ തന്നതാണ്, അത് ഇന്നർ കോളത്തിൽ രേഖപ്പെടുത്തി. ദെൻ അതിൽ നിന്ന് അടുത്ത വർഷത്തേക്കുള്ള അല്ലെങ്കിൽ അടുത്ത വർഷവുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. ലെസ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് 5,000. അങ്ങനെ വരുമ്പോൾ ഈ വർഷത്തെ എക്സ്പെൻസ് എത്രയേ വരുന്നുള്ളൂ? 7,000 ആണ് വരുന്നത്. ദെൻ പ്രീപെയ്ഡ് വേജസ് ആണെങ്കിലും പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണെങ്കിലും അത് അസറ്റാണ്. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. എത്ര രൂപയാണോ അടുത്ത വർഷത്തേക്ക് വേണ്ടി നമ്മൾ ഈ വർഷം കൊടുത്തിട്ടുള്ളത്, ആ എമൗണ്ടിനെയാണ് അസറ്റായിട്ട് കണക്കാക്കേണ്ടത്. ആ എമൗണ്ട് മാത്രമാണ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തേണ്ടത്. പ്രീപെയ്ഡ് വേജസ് 1,000, പ്രീപെയ്ഡ് ഇൻഷുറൻസ് 5,000. ഇപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ വരുന്നത്. അക്രൂഡ് ഇൻകം ഓർ ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. An income which has been earned but not received during the accounting year is called accrued income. ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ ഏതെങ്കിലും ഇൻകം ആ ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയും കിട്ടിയിട്ടില്ലെങ്കിൽ ആ കിട്ടാനുള്ള എമൗണ്ടിനെയാണ് ഇവിടെ അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവബിൾ. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫിനാൻഷ്യൽ ഇയറിൽ വരുന്ന ഇൻട്രസ്റ്റ് അത് കിട്ടിയിട്ടില്ലെങ്കിൽ, അത് നമ്മളെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് വന്നിട്ടില്ലെങ്കിൽ ആ ഇൻട്രസ്റ്റ് എമൗണ്ടിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഇൻട്രസ്റ്റ് അക്രൂഡ് ആയിട്ട് കണക്കാക്കാം. നമുക്ക് ഈ ഫിനാൻഷ്യൽ ഇയറിൽ കിട്ടാനുള്ള ഒരു ഇൻകമായിട്ട് അതിനെ കണക്കാക്കാൻ കഴിയും. നമ്മൾ റൂം റെൻറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫിനാൻഷ്യൽ ഇയറിലെ റെൻറ്റ് കിട്ടാനുണ്ടെങ്കിൽ അത് നമുക്ക് ആ പർട്ടിക്കുലർ ഇയറിലെ ഇൻകമായിട്ട് കണക്കാക്കണം. അതിനെ നമുക്ക് റെൻറ്റ് അക്രൂഡ് എന്ന് പറയാം. അപ്പോൾ സമയമായിട്ടുണ്ട്, പക്ഷേ ഇതുവരെയും ആ ഇൻകം നമുക്ക് കിട്ടിയിട്ടില്ല. അത്തരം ഇൻകങ്ങളെയാണ് അക്രൂഡ് ഇൻകം ഓർ ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷം നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻകങ്ങളെല്ലാം നമ്മൾ ജേണൽ എൻട്രികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ജേണൽ എൻട്രികൾ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്ത് ആ ഇൻകം അക്കൗണ്ടുകളുടെ ബാലൻസ് ഒക്കെ എവിടെ വന്നിട്ടുണ്ട്? ട്രയൽ ബാലൻസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് റിസീവ് ചെയ്ത ഇൻകങ്ങൾ മാത്രമാണ് അക്കൗണ്ടിൽ വന്നിട്ടുള്ളത്. ഈ വർഷം ഇനിയും കിട്ടാനുള്ള ഇൻകവും ഈ വർഷത്തെ ഒരു ഇൻകമായിട്ട് കണക്കാക്കണം. അതുകൊണ്ട് നേരത്തെ നമുക്ക് കിട്ടിയ ഇൻകത്തോടു കൂടെ ഇനി കിട്ടാനുള്ള ഇൻകം എത്രയാണെന്ന് കണക്കാക്കി അതുകൂടി നമ്മൾ ആഡ് ചെയ്യണം. എന്ന് പറയുമ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യണം. ഇൻകം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഏതാണോ ഇൻകം ആ ഇൻകം അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ അങ്ങനെ ഏതെങ്കിലും ഇൻകം നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ, കിട്ടാനുള്ളതൊക്കെ നമുക്ക് അസറ്റാണ്. അസറ്റ് ആയതുകൊണ്ട് നമുക്കത് അസറ്റ് അക്കൗണ്ടിലും രേഖപ്പെടുത്തണം. ഇപ്പോൾ ജേണൽ എൻട്രി വരുന്നത് അക്രൂഡ് ഇൻകം അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻകം റിസീവ്ഡ് അക്കൗണ്ട്. അക്രൂഡ് ഇൻകം അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു അസറ്റ് അക്കൗണ്ടാണ്. നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് ആണ്. ആ എമൗണ്ട് ആണ് ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റെൻ്റാണ് കിട്ടാനുള്ളതെങ്കിൽ അക്രൂഡ് റെൻ്റ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ആണ് കിട്ടാനുള്ളതെങ്കിൽ അക്രൂഡ് ഇൻട്രസ്റ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഇറ്റ് ഈസ് ആൻ അസറ്റ് അക്കൗണ്ട്. ദെൻ അത്രയും എമൗണ്ട് ഈ വർഷത്തെ ഇൻകമായിട്ട് പരിഗണിക്കണം. അത് അടുത്ത വർഷം നമുക്ക് കിട്ടുന്നൊരു എമൗണ്ട് ആണ്. എന്നാലും ശരി, അത് ഈ വർഷവുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഇൻകം ആയതുകൊണ്ട് ഈ വർഷത്തെ ഇൻകത്തിൽ നമുക്ക് ആ എമൗണ്ട് കൂടി കൂട്ടി എഴുതണം. ഇൻകം കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഇൻകത്തെ ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇൻട്രസ്റ്റ് ആണ് കിട്ടാനുള്ളതെങ്കിൽ ടു ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ട്. റെൻ്റാണ് കിട്ടാനുള്ളതെങ്കിൽ ആ റെൻ്റ് റിസീവ്ഡ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഇൻകം നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ അത് നമ്മൾ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനുള്ള ജേണൽ എൻട്രിയാണ് രേഖപ്പെടുത്തിയത് അക്രൂഡ് ഇൻകം അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻകം റിസീവ്ഡ് അക്കൗണ്ട്. അതിൽ ഡെബിറ്റ് ചെയ്തത് ഒരു അസറ്റ് അക്കൗണ്ട് ആണ്. ആ പർട്ടിക്കുലർ ഇൻകം അക്കൗണ്ട് അക്രൂഡ് ആണ്, അത് അസറ്റാണ്. അസറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. കിട്ടാനുള്ള എമൗണ്ട് ആണ്. ദെൻ ഇൻകം നമുക്ക് കൂട്ടി എഴുതണം. നേരത്തെ കിട്ടിയ ഇൻകത്തോടു കൂടെ ഇനി കിട്ടാനുള്ള ഇൻകം കൂടി ഈ വർഷത്തെ ഇൻകമായിട്ട് രേഖപ്പെടുത്തണം. അതുകൊണ്ടാണ് ഇൻകം അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തത്. ദെൻ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ആഡഡ് ടു ദ റെസ്പെക്റ്റീവ് അക്കൗണ്ട് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്കറിയാം ഇൻകം എഴുതുന്ന സ്ഥലം എവിടെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. റെൻറ്റ് റിസീവ്ഡ്,
ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇതൊക്കെ രേഖപ്പെടുത്തുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ ഈ വർഷം നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഇൻകങ്ങളും ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഇൻകം ഇനിയും കിട്ടാനുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഇൻകം ആ ഇൻകത്തോടു കൂടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആഡ് ചെയ്ത് എഴുതണം. ഇപ്പോൾ റെൻ്റാണ് കിട്ടാനുള്ളതെങ്കിൽ റെൻ്റ് റിസീവ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ അതിനോടുകൂടെ കിട്ടാനുള്ള എമൗണ്ടും കൂടി കൂട്ടി ടോട്ടൽ എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. ദെൻ രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഇത് നമുക്ക് കിട്ടാനുള്ള ഇൻകാണ്, അതിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? അസറ്റായിട്ട് കണക്കാക്കാം. അസറ്റ് ആയതുകൊണ്ട് അത് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് അസറ്റ് സൈഡിലും കാണിക്കണം. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ട്രയൽ ബാലൻസിനകത്ത് ഒരു ഇൻകം തന്നിട്ടുണ്ട്. ഏതാണത്? ഇൻട്രസ്റ്റ് റിസീവ്ഡ് 1500. ദെൻ താഴെ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട് ഇൻട്രസ്റ്റ് ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് ₹500. ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഇതുവരെ കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് 1500. ആ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ് ട്രയൽ ബാലൻസിൽ വന്നിട്ടുള്ളത്. ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാനുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇനിയും 500 രൂപ ഈ വർഷത്തെ ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട്. അതാണ് ഇൻട്രസ്റ്റ് അക്രൂഡ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ആദ്യം ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള 1500 ഇന്നർ കോളത്തിൽ രേഖപ്പെടുത്തണം. അപ്പോൾ 1500 അല്ല ഈ വർഷത്തെ ഇൻകം. ഈ വർഷത്തെ ഇൻകം 1500 കൂടെ എത്ര കൂടി കൂട്ടി എഴുതണം? അക്രൂഡ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 500 രൂപ കൂട്ടി എഴുതി ഈ വർഷത്തെ ഇൻകം 2000 രൂപയായിട്ട് കണക്കാക്കണം. അടുത്ത വർഷമാണ് ആ ഇൻട്രസ്റ്റ് കിട്ടുന്നതെങ്കിലും അത് ഈ വർഷത്തെ ഇൻട്രസ്റ്റ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അത്രയും എമൗണ്ട് ഈ വർഷത്തെ ഇൻകായിട്ട് നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ 500 രൂപ നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ അതൊരു അസറ്റാണ്. ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലും രേഖപ്പെടുത്തണം. അക്രൂഡ് ഇൻട്രസ്റ്റ് ₹500. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അടുത്ത അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ആൻ ഇൻകം റിസീവ്ഡ് ഡ്യൂറിംഗ് ദ കറണ്ട് ഇയർ ബട്ട് ബിലോങ്സ് ടു ദ നെക്സ്റ്റ് അക്കൗണ്ടിംഗ് പീരിയഡ് ഈസ് കാൾഡ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓർ അൺഏൺഡ് ഇൻകം. ഇപ്പോൾ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ കിട്ടാനുള്ള ഒരു ഇൻകം നമുക്കത് മുൻകൂട്ടി റിസീവ് ചെയ്യാണ്. ഈ വർഷം തന്നെ ആ ഇൻകം കിട്ടിയിട്ടുണ്ട്. അടുത്ത വർഷത്തെ ഒരു ഇൻകാണ്. അത് ഈ വർഷം കിട്ടിയത് കൊണ്ട് നമുക്കത് ഈ വർഷത്തെ ഇൻകായിട്ട് പരിഗണിക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെ മുൻകൂട്ടി കിട്ടുന്ന ഇൻകങ്ങളെയാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണെങ്കിൽ അതിനുള്ള ജേണൽ എൻട്രി ആണ് ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത്, അല്ലേ? ആ ഇൻകം റിസീവ് ചെയ്യുന്ന സമയത്ത് അത് ഈ വർഷത്തെ ഇൻകം അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പോസ്റ്റിംഗ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഈ കിട്ടിയ ഇൻകത്തിലെ ഒരു ഫിക്സഡ് എമൗണ്ട് അടുത്ത വർഷത്തേക്കുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ എമൗണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ വർഷം കിട്ടിയതിൽ എത്ര എമൗണ്ട് ആണ് അടുത്ത വർഷത്തേക്കുള്ള ഇൻകം എന്ന് നമ്മൾ കണ്ടെത്തണം. അത്രയും എമൗണ്ട് ഈ വർഷത്തെ ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഈ വർഷം നമുക്ക് 15000 രൂപ റെൻറ്റ് കിട്ടി. അതിൽ 1000 രൂപ അടുത്ത വർഷത്തേക്കുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വർഷത്തെ 10000 രൂപ റെൻറ്റിൽ നിന്ന് 1000 രൂപ റെൻറ്റ് മൈനസ് ചെയ്യണം. എന്നിട്ട് 14000 രൂപ റെൻറ്റ് മാത്രമാണ് ഈ വർഷത്തെ ഇൻകായിട്ട് കണക്കാക്കേണ്ടത്. അങ്ങനെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഇൻകം റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലയബിലിറ്റി, അല്ലേ? മറ്റുള്ളവരുടെ പൈസ നമ്മളെ കയ്യിലിരിക്കുകയാണ്. അഡ്വാൻസ് ആയിട്ട് നമ്മൾ റിസീവ് ചെയ്തു, അല്ലേ? അവർക്കതിൻ്റെ ബെനിഫിറ്റ് അടുത്ത വർഷമാണ് കിട്ടുന്നത്. അപ്പോൾ ആ ബെനിഫിറ്റ് അവർ അവൈൽ ചെയ്യുന്നത് വരെ അത്രയും എമൗണ്ട് നമ്മൾ എന്തായിട്ട് കണക്കാക്കണം? ലയബിലിറ്റി ആയിട്ട് കണക്കാക്കണം. അപ്പോൾ ഇവിടെ ഒരു ബാധ്യത വരുന്നുണ്ട്. അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്യുന്ന എമൗണ്ട് ബാധ്യതയാണ്. ആ ലയബിലിറ്റി അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. മാത്രമല്ല നേരത്തെ നമ്മൾ എഴുതിയിട്ടുള്ള ഇൻകം കുറച്ച് എഴുതണം. ഇപ്പോൾ ഈ വർഷം കിട്ടിയത് മുഴുവൻ ഈ വർഷത്തെ ഇൻകം അല്ല, അടുത്ത വർഷത്തെ ഇൻകവും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത്രയും ഇൻകം നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. ജേണൽ എൻട്രി വരുന്നത് ഇൻകം റിസീവ്ഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്. അടുത്ത വർഷത്തേക്കുള്ള റെൻ്റാണ് ഈ വർഷം നമുക്ക് കിട്ടിയതെങ്കിൽ അത്രയും റെൻറ്റ് എന്ന് പറയുന്ന ഇൻകം നമ്മൾ കുറച്ച് എഴുതണം. ഇൻകം കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ റെൻ്റാണ് റിസീവ് ചെയ്തതെങ്കിൽ റെൻറ്റ് റിസീവ്ഡ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. അടുത്ത വർഷത്തേക്കുള്ള കമ്മീഷനാണ് ഈ വർഷം റിസീവ് ചെയ്തതെങ്കിൽ ഈ വർഷത്തെ കമ്മീഷൻ എന്ന് പറയുന്ന ഇൻകം റെഡ്യൂസ് ചെയ്യണം. അങ്ങനെ കുറയണമെങ്കിൽ കമ്മീഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ദെൻ അങ്ങനെ റിസീവ് ചെയ്ത എമൗണ്ട് ഒരു ലയബിലിറ്റിയാണ്. അഡ്വാൻസ് ആയിട്ട് നമ്മൾ എന്ത് റിസീവ് ചെയ്താലും അതിനൊരു ലയബിലിറ്റി ആയിട്ട് കണക്കാക്കണം. ലയബിലിറ്റിക്ക് എന്ത് കൊടുക്കണം? ക്രെഡിറ്റ് കൊടുക്കണം. ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്.
റെൻ്റാണ് റിസീവ് ചെയ്തതെങ്കിൽ റെൻ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്. കമ്മീഷനാണ് മുൻകൂട്ടി റിസീവ് ചെയ്തതെങ്കിൽ കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്. ഇതാണ് അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത്. ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ നോക്കാം. ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് വരുന്നത് ഡിഡക്റ്റ് ഫ്രം റെസ്പെക്റ്റീവ് അക്കൗണ്ട് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്കറിയാം ഇൻകം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ആ പർട്ടിക്കുലർ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ എമൗണ്ടിൽ നിന്നും അടുത്ത വർഷത്തേക്ക് ഉള്ള എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അത് ഡിഡക്റ്റ് ചെയ്യണം. ഇപ്പോൾ റെൻ്റാണ് റിസീവ് ചെയ്തെങ്കിൽ റെൻ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ആ എമൗണ്ട് ലെസ് ചെയ്യണം. ദെൻ ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ഇങ്ങനെ മുൻകൂട്ടി റിസീവ് ചെയ്തിട്ടുള്ള എമൗണ്ടിനെ ലയബിലിറ്റി ആയിട്ട് കണക്കാക്കണം. ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും അത് രേഖപ്പെടുത്തണം. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ട്രയൽ ബാലൻസിനകത്ത് ഒരു ഇൻകം തന്നിട്ടുണ്ട്. ഏതാണ് ഇൻകം? റെൻറ്റ് റിസീവ്ഡ് ₹15,000. ഈ വർഷം നമുക്ക് 15,000 രൂപ റെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ താഴെ അഡീഷണൽ ഇൻഫർമേഷനിൽ പറയുന്നത് റെൻറ്റ് റിസീവ്ഡ് ഇൻക്ലൂഡ്സ് ₹3,000 ഫോർ ദ നെക്സ്റ്റ് ഇയർ. അപ്പോൾ ഈ വർഷം കിട്ടിയ 15,000 രൂപയിൽ 3,000 രൂപ അടുത്ത വർഷത്തേക്കുള്ള റെൻ്റാണ്. ഇവിടെ റെൻറ്റിന് ഇൻകാണ്, റെൻറ്റ് റിസീവ്ഡ് ആണ്. അപ്പോൾ അടുത്ത വർഷം കിട്ടാനുള്ള 3,000 രൂപ ഈ വർഷം തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ റെൻ്റ് എന്ന് പറയുന്ന ഇൻകം 15,000 വരുമോ? ഇല്ല. എത്ര വരിക? 12,000 രൂപയാണ് ഈ വർഷത്തെ ഇൻകം. 3,000 രൂപ അടുത്ത വർഷത്തെ ഇൻകം ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ രേഖപ്പെടുത്തുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ റെൻറ്റ് റിസീവ്ഡിൽ നിന്ന് 15,000-ൽ നിന്ന് 3,000 രൂപ ഡിഡക്റ്റ് ചെയ്യണം. ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുള്ള 3,000 രൂപ ലയബിലിറ്റിയാണ്. അത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലും കാണിക്കണം. നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള എമൗണ്ട് ആണ് 15,000. അത് ഇന്നർ കോളത്തിൽ എഴുതി. അതിൽ നിന്ന് അടുത്ത വർഷത്തേക്കുള്ള റെൻറ്റ് ഈ വർഷം റിസീവ് ചെയ്തത് 3,000 ആണ് വരുന്നത്. ആ 3,000 രൂപ അതിൽ നിന്ന് ലെസ് ചെയ്തിട്ടുണ്ട്. ലെസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ലെസ് റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അത് കുറച്ച് ബാക്കി 12,000 രൂപ മാത്രമാണ് ഈ വർഷത്തെ ഇൻകായിട്ട് പരിഗണിച്ചിട്ടുള്ളത്. ദെൻ ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തതുകൊണ്ട് അതിനെ നമുക്ക് ലയബിലിറ്റി ആയിട്ട് കണക്കാക്കണം. ആ അഡ്വാൻസ് റിസീവ് ചെയ്ത എമൗണ്ടിനെ ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തണം. റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്. എങ്ങനെയാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ വരുന്നത്? ഡിപ്രീസിയേഷൻ. ഇറ്റ് ഈസ് ദ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. ഇപ്പോൾ ഒരു ഫിക്സഡ് അസറ്റിൻ്റെ വിലയിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കുറവ് വരികയാണെങ്കിൽ വിലയിൽ വരുന്ന കുറവിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്, അതല്ലെങ്കിൽ ഒരു ലോസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഫിക്സഡ് അസറ്റുകളുടെയും തേയ്മാനം ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് കണക്കാക്കണം. ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് നമുക്കൊരു ലോസ് അതല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഇവിടെ 2 അക്കൗണ്ടുകളാണ് വരുന്നത്. ഒന്ന് ഡിപ്രീസിയേഷൻ അക്കൗണ്ട്, മറ്റൊന്ന് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ലോസ് ആണ്, അതല്ലെങ്കിൽ എക്സ്പെൻസ് ആണ്. ആ എക്സ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ദെൻ ഡിപ്രീസിയേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഫിക്സഡ് അസറ്റിൻ്റെ വില കുറയും. ഫിക്സഡ് അസറ്റിൻ്റെ വില കുറയുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ് അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ആ പർട്ടിക്കുലർ ഫിക്സഡ് അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് ആ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. എന്താ കാരണം? അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ദെൻ ഡിഡക്റ്റഡ് ഫ്രം ദ റെസ്പെക്റ്റീവ് ഫിക്സഡ് അസറ്റ് ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. രണ്ടാമത് ഇതെവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഏത് ഫിക്സഡ് അസറ്റിനാണോ ഡിപ്രീസിയേഷൻ വന്നിട്ടുള്ളത് ആ ഫിക്സഡ് അസറ്റിൻ്റെ എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതി അതിൽ നിന്ന് ആ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ നമ്മൾ ലെസ് ചെയ്ത് ആ നെറ്റ് എമൗണ്ട് ആണ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ട്രയൽ ബാലൻസിനകത്ത് 2 അസറ്റുകളാണ് തന്നിട്ടുള്ളത്. മെഷീനറി 50,000, ഫർണിച്ചർ 16,000. താഴെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത് മെഷീനറി ഈസ് ടു ബി ഡിപ്രീഷിയേറ്റഡ് അറ്റ് 10% പെർ ആനം ആൻഡ് ഫർണിച്ചർ അറ്റ് 20% പെർ ആനം. 2 ഫിക്സഡ് അസറ്റുകൾ നമുക്കുണ്ട്. 2 ഫിക്സഡ് അസറ്റുകൾക്കും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ 10% വരുന്നുണ്ട്. ഫർണിച്ചറിന് 20% ഡിപ്രീസിയേഷനാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഡിപ്രീസിയേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മെഷീനറിയുടെ വില എത്രയാണ്? 50,000. ഇപ്പോൾ 50,000 ഇൻറ്റു 10/100 ആണ്. 10% ആണ് ഡിപ്രീസിയേഷൻ. ഇപ്പോൾ 50,000 10% എന്ന് പറയുമ്പോൾ 5,000. അതാണ് മെഷീനറിയുടെ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ. ദെൻ ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷനോ 16,000 ആണ് ഫർണിച്ചറിൻ്റെ വില ഇൻറ്റു 20/100. 20% ആണ് ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ റേറ്റ്. അപ്പോൾ 16,000 ഇൻറ്റു 20/100. 16,000ൻ്റെ 20% എന്ന് പറയുമ്പോൾ 3,200. ഇപ്പോൾ ഡിപ്രീസിയേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തു. ഇത് ആദ്യം എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ആ ഫിക്സഡ് അസറ്റിൻ്റെ എമൗണ്ടിൽ നിന്ന് ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറച്ച് എഴുതണം. ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കൂ. ഡിപ്രീസിയേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഓരോ അസറ്റിൻ്റെയും ഡിപ്രീസിയേഷൻ പ്രത്യേകം എഴുതി ടോട്ടൽ എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തണം. മെഷീനറിയുടെ ഡിപ്രീസിയേഷനാണ് 5,000, ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ 3,200. ആ രണ്ട് എമൗണ്ടുകളും ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഹെഡിന് താഴെ എഴുതി ടോട്ടൽ എമൗണ്ട് കോളത്തിലേക്ക് കൊണ്ടുവരണം. ഇനി ബാലൻസ് ഷീറ്റ് നോക്കൂ. ബാലൻസ് ഷീറ്റിൽ ആദ്യം മെഷീനറിയുടെ ഫുൾ എമൗണ്ട് ആണ് ഇന്നർ കോളത്തിൽ എഴുതിയിട്ടുള്ളത് 50,000. 50,000 രൂപയാണ് ഇതുവരെ മെഷീനറിയുടെ വില. അതിൽ നിന്ന് ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ലെസ് ഡിപ്രീസിയേഷൻ 5,000 എന്ന് പറഞ്ഞാൽ 10% ഓഫ് 50,000. നെറ്റ് എമൗണ്ട് 45,000 ആണ് ആ എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. ഇനി ഫർണിച്ചറിൻ്റെ രേഖപ്പെടുത്തുന്ന സമയത്തോ 16,000 രൂപ ഇന്നർ കോളത്തിൽ എഴുതി അതിൽ നിന്ന് 3,200 രൂപ കുറച്ച് കിട്ടുന്ന എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഡിപ്രീസിയേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ വരുന്നത്.